കോതമംഗലത്ത് വിജയ തുടർച്ച പ്രതീക്ഷിക്കുന്ന ആന്റണി ജോൺ സജീവ പ്രചാരണത്തിലാണ്. വന്യജീവി ആക്രമണം വലിയ കുഴപ്പമുണ്ടാക്കുന്ന പ്രദേശത്ത് ജനങ്ങൾക്കായി പലതും ചെയ്തു. അക്കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് വോട്ട് പിടുത്തമെന്ന് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വോട്ട് ചോദിച്ച് പഠിച്ച കലാലയത്തിൽ കോതമംഗലത്തെ MA കോളേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സിറ്റിംഗ് MLA ഇപ്പോൾ വീണ്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള ആന്റണി ജോൺ. നമസ്കാരം. പഴയ ഓർമ്മകൾ, പണ്ട് മുദ്രാവാക്യം വിളിച്ചു നടന്ന വരാന്തകളായി. തീർച്ചയായിട്ടും ഒരുപാട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ഈ ഇപ്പോൾ വരാന്തയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഞാൻ അന്ന് കൂട്ടമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഏകമായിട്ടാണ് വോട്ട് ചോദിക്കാൻ എത്തിയിട്ടുള്ളത്. 97 പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി ഞാൻ കോതമംഗലം MA കോളേജിലേക്ക് കലാലയത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഡിഗ്രിയും തുടർ വിദ്യാഭ്യാസവും ഒക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം കോതമംഗലമായിരുന്നു. അതിൽ തന്നെ എൻ്റെ സ്വന്തം കലാലയം മാറത്തനേഷ്യസ് കോളേജ് തന്നെയാണ് പ്രധാനപ്പെട്ടൊരു കേന്ദ്രം. ഇവിടെ ജില്ലയുടെ ചുമതല വഹിച്ചിരുന്ന ഘട്ടത്തിലും ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ കോതമംഗലത്ത്, പ്രത്യേകിച്ച് മാറത്തനേഷ്യസ് കോളേജിൽ വന്നു പോകുന്നൊരു രീതിയാണ് അന്ന് മുതൽ എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് മുതലുള്ള ആ ഒരു വലിയ സുഹൃത്ത് ബന്ധം അത് തീർച്ചയായിട്ടും ഒരു MLA എന്നുള്ള നിലയിൽ വിജയിച്ചു വരാൻ എന്നെ ഏറ്റവും അധികം സഹായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കോതമംഗലം ഒരുപാട് മാറിയിട്ടുണ്ടെന്നൊക്കെ MLA പോസ്റ്ററുകൾ കണ്ടു. കോളേജിനും കോതമംഗലത്തിനൊക്കെ വലിയ മാറ്റം സംഭവിച്ചോ? തീർച്ചയായിട്ടും. ഇന്ന് ഇന്ത്യയിലെ തന്നെ മുൻനിര കോളേജുകളുടെ പട്ടികയിൽ ഒന്നാണ് കോതമംഗലം മാറത്തനേഷ്യസ് കോളേജ് എന്നുള്ളത്. ഒരു വിദ്യാർത്ഥി കൂടിയായ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറെ അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യം കൂടിയാണ്. അന്ന് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട എതിരാളികൾ കേരള കോൺഗ്രസ് ആണല്ലോ. അന്ന് കോളേജിലെ എതിരാളികൾ ആരായിരുന്നു പ്രധാനമായിട്ടും? പ്രബലമായിട്ട് SFI KSU തമ്മിൽ തന്നെയായിരുന്നു മത്സരം. ഇടയിൽ തന്നെ കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും അന്നുമുണ്ട്. ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് വന്നാലേ വലിയൊരു പ്രയാസം ആളുകളൊക്കെ പറയുന്നത് ഈ വന്യമൃഗ ശല്യം. MLAക്ക് കാര്യമായതിനെ നേരിടാൻ കഴിഞ്ഞോ? ജനങ്ങളോട് ഇപ്പോൾ എന്താണ് വിശദീകരിക്കുന്നത്? 14ാം കേരള നിയമസഭയിലും 15ാം കേരള നിയമസഭയിലും ഞാൻ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയം കോതമംഗലം മണ്ഡലത്തിലെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. കോതമംഗലത്തെ സംബന്ധിച്ച് 5 പഞ്ചായത്തുകളിൽ ഏറെയും കുറഞ്ഞും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ട്രെഞ്ചിൻ്റെ നിർമ്മാണം, ഫെൻസിങ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ 5 പഞ്ചായത്തുകളിലും കുറേയേറെ പ്രദേശത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറേ നിർമ്മാണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. കോതമംഗലം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ വനം വകുപ്പിൻ്റെ RRTക്ക് വാഹനങ്ങൾ നൽകിയിട്ടുള്ളതും ഫെൻസിങ്ങിന് ഫണ്ട് നീക്കി വെച്ചതും ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷമാണ്. അതോടൊപ്പം തന്നെ MLA ഫണ്ട് ചിലവഴിച്ചുകൊണ്ട് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെല്ലാം ആവശ്യമായിട്ടുള്ള വെളിച്ച സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ചെയ്യുന്നത് പോലെ ഇതിൻ്റെ എണ്ണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ എണ്ണം ശാസ്ത്രീയമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ, അതോടൊപ്പം തന്നെ അപകടകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന അടക്കമുള്ള അത്തരത്തിലുള്ള ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പരമാവധി വന്യമൃഗങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്ന നിലയിലുള്ള ഇടപെടലുകളാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. എന്നിരുന്നാലും കേരളം ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ അത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അംഗീകരിച്ചാൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ശരി, ഒരുപാട് ആൾ കാത്തുക്കുന്നുണ്ട്. പ്രചാരണം നടക്കട്ടെ. ശരി. എന്തായാലും വന്യമൃഗ ശല്യം തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് പരിഹരിക്കാനുള്ള പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള സ്ഥാനാർത്ഥി വിശദീകരിക്കുന്നു. കോതമംഗലത്ത് നിന്ന് ജോയ് സിയാറിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.